Welcome students. Welcome to Domestic Biometric Data Operator Theory Classes. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിന്റെ രണ്ടാം ഭാഗമാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡിഫറെന്റ് കമാൻഡ്സ് ഇൻ SQL ആണ്. ഓരോ കമാൻഡിന്റെയും സിൻടാക്സും എക്സാമ്പിളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കമാൻഡ് ഇസ് create table command. Second, alter table command to add or modify columns and also to rename a table. Fourth command is insert into command. Fifth command is update command. Sixth command is delete command. Seventh command is select command. And the last command is drop table command. ഇത്രയും കമാൻഡ്സിൻ്റെ സിൻടാക്സും എക്സാമ്പിൾസും നമുക്കിന്ന് ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കമാൻഡ് ഇസ് ക്രിയേറ്റ് ടേബിൾ കമാൻഡ്. ക്രിയേറ്റ് ടേബിൾ കമാൻഡ് ഇസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ന്യൂ ടേബിൾ ഇൻ എ ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസിൽ പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന കമാൻഡാണ് ക്രിയേറ്റ് ടേബിൾ കമാൻഡ്. സിൻടാക്സ് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം. ഏത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് അനുയോജ്യമായൊരു പേര് സെലക്ട് ചെയ്യുക. റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആദ്യത്തെ കോളത്തിന്റെ പേര്, കോളം 1 എന്ന് ഉദ്ദേശിക്കുന്നത് കോളം 1ന്റെ നെയിമാണ്. ആ കോളത്തിന്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് സെലക്ട് ചെയ്യുക. ഇൻഡിജർ ആണെങ്കിൽ ഇൻഡ് സെലക്ട് ചെയ്യാം. സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ വാർ ക്യാരോ സെലക്ട് ചെയ്യാം. ഡെസിമൽ നമ്പേഴ്സ് ആണെങ്കിൽ ഡെസിമൽ സെലക്ട് ചെയ്യാം. അതേപോലെ ഡേറ്റും ടൈം ആണെങ്കിൽ ഡേറ്റ് ടൈപ്പും കൊടുക്കാം. അതാണ് ഡാറ്റ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. കൺസ്ട്രെയിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ കോളം പ്രൈമറി കീ ആണോ, നോട്ട് നൾ ആണോ, ഡീഫോൾട്ട്, അതുപോലെയുള്ള കൺസ്ട്രെയിൻസ് നമുക്ക് ആ കോളത്തിന് കൊടുക്കാനുണ്ടെങ്കിൽ ഈ ഡാറ്റ ടൈപ്പ് കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ട് കൺസ്ട്രെയിൻസ് കൊടുക്കാം. കോമ, കോളം 2 നെയിം. കോളം 2 എന്ന് ഉദ്ദേശിക്കുന്നത് കോളം 2ന്റെ നെയിം. ഇതേപോലെ തന്നെ കോളം 2ന്റെ അനുയോജ്യമായ ഡാറ്റ ടൈപ്പ് constraints, comma, column 3 data type constraints etc. എത്ര കോളം നമുക്ക് ക്രിയേറ്റ് ചെയ്യണോ ആ ടേബിളിൽ അത്രയും കോളത്തിൻ്റെ പേരും ഡാറ്റ ടൈപ്പും കൺസ്ട്രെയിൻസും ഓർഡറിൽ കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, റൗണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമി കോളൻ കൊടുക്കുക. ക്രിയേറ്റ് ടേബിളിൻ്റെ സിൻടാക്സ് നമുക്ക് മനസ്സിലായി. ഇനി നമുക്കൊരു എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്താലോ? യെസ്. ടു ക്രിയേറ്റ് എ ടേബിൾ കസ്റ്റമേഴ്സ് വിത്ത് column name, ID, name, age, address and salary. 5 കോളംസ് ഉള്ള ഒരു കസ്റ്റമേഴ്സ് എന്ന് പേരുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുള്ള ക്വറി ഞാൻ എഴുതിയിട്ടുണ്ട്. ക്രിയേറ്റ് ടേബിൾ കസ്റ്റമേഴ്സ്. അതായത് ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം എന്താണ് ഇവിടെ? കസ്റ്റമേഴ്സ്. റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് കോളത്തിൻ്റെ പേര് കൊടുത്തു ഐ ഡി ന്യൂമറിക്കൽ വാല്യൂസ് ആയതുകൊണ്ട് ഡാറ്റ ടൈപ്പ് ഇൻഡ് സെലക്ട് ചെയ്തു. ഐ ഡി എന്ന കോളത്തിന് കൺസ്ട്രെയിൻ ആയി നോട്ട് നള്ളും പ്രൈമറി കീയും കൊടുത്തു. പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ആ റോയിനെ യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഫീൽഡ് ഐ ഡി ആയതുകൊണ്ട് ഐ ഡിയെ നമ്മൾ പ്രൈമറി കീ ആയി കൺസ്ട്രെയിൻ കൊടുത്ത് സെറ്റ് ചെയ്തു. കോമ, നെയിം. നെയിം എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേര്. ലെറ്റേഴ്സിൻ്റെ കോമ്പിനേഷനാണ്, സ്ട്രിംഗ് ഡാറ്റ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഡാറ്റ ടൈപ്പ് ഒന്നെങ്കിൽ ക്യാർ സെലക്ട് ചെയ്യാം, വാർ ക്യാർ സെലക്ട് ചെയ്യാം. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്? വാർ ക്യാർ ആണ്. സൈസ് ബ്രാക്കറ്റിൽ ഞാൻ കൊടുത്തു. നെയിം എന്ന ഫീൽഡിൻ്റെ മാക്സിമം സൈസ് 20. കൺസ്ട്രെയിൻ കൊടുത്തു നോട്ട് നൾ. ആ കോളം നൾ ആവാൻ പാടില്ല. കോമ, ഏജ്. ഇൻഡിജർ വാല്യൂസ് മാത്രമാണ് ഏജിന് വരിക. അപ്പോൾ ഇൻഡ് ഡാറ്റ ടൈപ്പ് സെലക്ട് ചെയ്തു. കൺസ്ട്രെയിൻ കൊടുത്തു നോട്ട് നൾ. കോമ, അഡ്രസ്. അഡ്രസ്സും ലെറ്റേഴ്സിൻ്റെയും ന്യൂമറിക്കൽ വാല്യൂസിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് ഡാറ്റ ടൈപ്പ് ഞാൻ എന്ത് കൊടുത്തു? വാർ ക്യാർ തന്നെ സെലക്ട് ചെയ്തു. ക്യാറും യൂസ് ചെയ്യാം, വാർ ക്യാർ ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. റൗണ്ട് ബ്രാക്കറ്റിൽ സൈസ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു 25. കൺസ്ട്രെയിൻസ് അഡ്രസ്സിന് ഞാൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കോമ, സാലറി. സാലറി എന്ന് പറയുമ്പോൾ ഫ്രാക്ഷണൽ നമ്പേഴ്സ് വരാം. അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത സ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ് ഡെസിമൽ ആണ്. ഡെസിമലിൽ ഇൻഡിജർ വാല്യൂസും ഹോൾഡ് ചെയ്യണം, ഡെസിമൽ പാർട്ടും ഹോൾഡ് ചെയ്യണം. ഇൻഡിജർ പാർട്ടും ഡെസിമൽ പാർട്ടും ഹോൾഡ് ചെയ്യാനായി ബ്രാക്കറ്റിൽ, റൗണ്ട് ബ്രാക്കറ്റിൽ 10, 2 എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു.
ക്രിയേറ്റ് ടേബിളിൻ്റെ റൗണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ. ഇങ്ങനെയാണ് ഒരു ക്രിയേറ്റ് ടേബിളിൻ്റെ എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ടേബിൾസ് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഒന്ന് ചെറുതായി നോക്കിയാലോ, എങ്ങനെയാണ് ക്രിയേറ്റ് ടേബിൾ ചെയ്യുന്നതെന്ന്. SQL ക്വയറീസ് എങ്ങനെയാണ് സിസ്റ്റത്തിൽ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് പഠിക്കാം. ആദ്യമായി ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ആപ്ലിക്കേഷൻസിൽ നിന്നും ആക്സസറീസ് സെലക്ട് ചെയ്ത് ടെർമിനൽ സെലക്ട് ചെയ്തെടുക്കുക. ടെർമിനൽ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് MySQL ആണ്. MySQLൻ്റെ പ്രോംപ്റ്റിലേക്ക് പോകാനായി നമ്മൾ sudo MySQL അല്ലെങ്കിൽ user/bin/MySQL -u root -p എന്ന് അടിച്ചു കൊടുക്കുക. സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം MySQL പ്രോംപ്റ്റിലേക്ക് നമ്മൾ റീഡയറക്റ്റഡ് ആവും. ഈ MySQL പ്രോംപ്റ്റിൽ നിന്നാണ് നമ്മുടെ ക്വയറീസ് നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടത്. ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വയറി ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യലാണ്. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് ക്രിയേറ്റ് ഡാറ്റാബേസ്. ഡാറ്റാബേസിൻ്റെ പേര് ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് എന്നൊരു പേര് സെലക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഡാറ്റാബേസ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഈ ഡാറ്റാബേസ് സെലക്ട് ചെയ്യാനായി അടുത്ത കമാൻഡ് കൊടുക്കുക, യൂസ് ഡാറ്റാബേസ് നെയിം. ഡാറ്റാബേസ് സെലക്റ്റഡ് ആയി. കസ്റ്റമർ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വയറി ഞാൻ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ക്വയറി ഓക്കെ. ഇതിനർത്ഥം നമ്മുടെ ടേബിൾ സക്സസ്ഫുൾ ആയി ക്രിയേറ്റഡ് ആയിട്ടുണ്ടെന്നാണ്. ഈ ടേബിളിൻ്റെ സ്ട്രക്ചർ മാത്രമാണ് ഇപ്പോൾ ക്രിയേറ്റഡ് ആയിരിക്കുന്നത്. ഈ സ്ട്രക്ചർ ഒന്ന് വ്യൂ ചെയ്യാനായി ഞാൻ അടിച്ചു കൊടുക്കുന്ന കമാൻഡ് DESC ഡിസ്ക്രൈബ് ടേബിൾ നെയിം. അപ്പോൾ DESC കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ടേബിൾ നെയിം അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ടേബിളിൻ്റെ സ്ട്രക്ചർ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ടേബിൾ എത്ര ഫീൽഡ് ഉണ്ട്, ആ ഫീൽഡ് എല്ലാം ഏത് ഡാറ്റ ടൈപ്പാണ്, നോട്ട് നൾ ഏതാണ്, നൾ ഏതാണ്, പ്രൈമറി കീ ഏതാണ്, അങ്ങനെ ആ ടേബിളിൻ്റെ സ്ട്രക്ചർ കാണാനായി നമ്മൾ DESC ടേബിൾ നെയിം അടിച്ചു കൊടുക്കും. Alter table command. Alter table command or statement is used to add, delete or modify columns in an existing table. ഒരു ടേബിളിൽ കോളം ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ യൂസ് ചെയ്യുന്ന കമാൻഡാണ് alter table command. Alter table. To add a column in a table, use the following syntax. Alter table, table name, add എന്ന കീവേഡ് യൂസ് ചെയ്യുക. ഏത് കോളമാണോ ആഡ് ചെയ്യേണ്ടത് ആ കോളം നെയിം സ്പെസിഫൈ ചെയ്യുക. ഡാറ്റ ടൈപ്പ് പ്രൊവൈഡ് ചെയ്യുക, സെമിക്കോളൻ. ഫോർ എക്സാമ്പിൾ, ജെൻഡർ എന്ന കോളം കസ്റ്റമേഴ്സ് എന്ന ടേബിളിൽ ആഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിൻടാക്സ് ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം എന്താണ്, കസ്റ്റമേഴ്സ്, ആഡ് എന്ന കീവേഡ് യൂസ് ചെയ്യുന്നു, കോളം നെയിം എന്താണ്, ജെൻഡർ, ഡാറ്റ ടൈപ്പ് ക്യാർ, ബ്രാക്കറ്റിൽ സൈസ് സ്പെസിഫൈ ചെയ്യുന്നു, സെമിക്കോളൻ. Alter table to drop a column. To delete a column in a table, use the following syntax. Alter table, table name, drop column name. Add എന്ന കീവേഡിന് പകരം കോളം ഡിലീറ്റ് ചെയ്യാൻ ഡ്രോപ്പ് എന്ന കീവേഡ് യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ജെൻഡർ എന്ന കോളം ഡിലീറ്റ് ചെയ്ത് കളയാനായി യൂസ് ചെയ്യുന്ന സിൻടാക്സ് ഓൾട്ടർ ടേബിൾ, കസ്റ്റമേഴ്സ് ടേബിൾ നെയിം ആണ്, ഡ്രോപ്പ്, ഏത് കോളമാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്, ജെൻഡർ, ആ കോളം നെയിം സ്പെസിഫൈ ചെയ്യുക, സെമി കോളൻ പ്രൊവൈഡ് ചെയ്യുക. ഓൾട്ടർ ടേബിൾ ടു ഓൾട്ടർ ഓർ മോഡിഫൈ കോളം. ഒരു കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാനായി മോഡിഫൈ എന്ന കീവേഡ് യൂസ് ചെയ്യുന്നു. സിൻടാക്സ് ഇതാണ്, ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, മോഡിഫൈ കോളം നെയിം, ഡാറ്റ ടൈപ്പ്. ഏത് കോളമാണോ മോഡിഫൈ ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ പേരും ഡാറ്റ ടൈപ്പും സ്പെസിഫൈ ചെയ്യുക, സെമി കോളൻ ഇടുക.
Alter table command can also be used to change the name of a table in a database. ഒരു ഡാറ്റാബേസ് ടേബിളിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാനും ഓൾട്ടർ ടേബിൾ കമാൻഡ് യൂസ് ചെയ്യാറുണ്ട്. സിൻടാക്സ് ഇതാണ്. ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, പഴയ ടേബിൾ നെയിം സ്പെസിഫൈ ചെയ്യുക. റീനെയിം ടു എന്ന കീവേഡ് യൂസ് ചെയ്യുക. ന്യൂ ടേബിൾ നെയിം, പുതിയ ടേബിൾ നെയിം കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, കസ്റ്റമേഴ്സ് എന്ന ടേബിൾ നെയിം കസ്റ്റമർ, അതായത് എസ് ഒഴിവാക്കി കസ്റ്റമർ എന്ന ടേബിൾ നെയിമിലേക്ക് മാറ്റാൻ യൂസ് ചെയ്യുന്നത് ഓൾട്ടർ ടേബിൾ കസ്റ്റമേഴ്സ്, പഴയ ടേബിൾ നെയിം റീനെയിം ടു ന്യൂ ടേബിൾ നെയിം കസ്റ്റമർ. റീനെയിം ടു എന്ന കീവേഡ് യൂസ് ചെയ്ത് പുതിയ ഒരു ടേബിൾ നെയിമിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. സിൻടാക്സ് ഇതാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഓൾട്ടർ ടേബിൾ, ഓൾഡ് ടേബിൾ നെയിം അതായത് കസ്റ്റമേഴ്സ്, റീനെയിം ടു എന്ന കീവേഡ് യൂസ് ചെയ്യുക ടു കസ്റ്റമർ. ഓൾട്ടർ ടേബിൾ ക്വയറി ഞാനൊന്ന് സിസ്റ്റത്തിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം കസ്റ്റമേഴ്സ് ആണ്. ആഡ് എന്ന കീവേഡ് യൂസ് ചെയ്യുന്നു കോളം ആഡ് ചെയ്യാനായി. ജെൻഡർ എന്ന കോളമാണ് ആഡ് ചെയ്യേണ്ടത്. ജെൻഡർ ക്യാർ, ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നു. ബ്രാക്കറ്റിൽ സൈസ് കൊടുത്തു. സെമിക്കോളൻ. ക്വയറി ഓക്കെ. അതായത് കസ്റ്റമേഴ്സ് എന്ന ടേബിളിൽ ജെൻഡർ എന്ന പേരുള്ള ഒരു പുതിയ കോളം ആഡ് ആയിട്ടുണ്ട്. ഈ കസ്റ്റമേഴ്സ് എന്ന ടേബിളിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് കാണാനായി DESC, ഡിസ്ക്രൈബ് കസ്റ്റമേഴ്സ് എന്ന കമാൻഡ് ഒന്നുകൂടി നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. Yes, a new field called gender is added in our table. അടുത്തതായി ഡ്രോപ്പ്, ജെൻഡർ എന്ന കോളം ഡ്രോപ്പ് ചെയ്യാനായി അടുത്ത ക്വയറി ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓൾട്ടർ ടേബിൾ കസ്റ്റമേഴ്സ്, ഡ്രോപ്പ് എന്ന കീവേഡ് യൂസ് ചെയ്യുന്നു. ജെൻഡർ, ജെൻഡർ എന്ന കോളം ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ. ഡ്രോപ്പ് കോളം നെയിം സെമിക്കോളൻ. ക്വയറി ഓക്കെ ആയി. അതായത് ജെൻഡർ എന്ന കോളം നമ്മുടെ ടേബിളിൽ നിന്നും നമുക്ക് ഡിലീറ്റ് ആക്കാൻ സാധിച്ചു. ഇനി അടുത്തതായി ടേബിളിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് പരിശോധിച്ചാലോ? എങ്ങനെയാണ്? DESC customers. Yes, a column named gender is successfully deleted from our table. അടുത്തതായി കസ്റ്റമേഴ്സ് എന്ന പേരുള്ള നമ്മുടെ ടേബിളിൻ്റെ പേര് കസ്റ്റമർ എന്ന് മാറ്റണം. അതായത് കസ്റ്റമേഴ്സിലെ എസ് കളഞ്ഞ് കസ്റ്റമർ എന്ന പുതിയൊരു പേര് കൊടുക്കണം. അതിന് യൂസ് ചെയ്യുന്ന കമാൻഡും എന്താണ്? ഓൾട്ടർ ടേബിളാണ്. ഓൾട്ടർ ടേബിൾ, ഓൾഡ് ടേബിൾ നെയിം യൂസ് ചെയ്യുക കസ്റ്റമേഴ്സ്, റീനെയിം ടു എന്ന കീവേഡ് യൂസ് ചെയ്യുക. റീനെയിം ടു ന്യൂ ടേബിൾ നെയിം കസ്റ്റമർ, സെമിക്കോളൻ. ക്വയറി ഓക്കെ ആയിട്ടുണ്ട്. അതായത് കസ്റ്റമേഴ്സ് എന്ന പേരുള്ള നമ്മുടെ ഓൾഡ് ടേബിൾ നെയിം മാറി പുതിയ ഒരു ടേബിൾ നെയിം വന്നിട്ടുണ്ട്. ടേബിളിൻ്റെ സ്ട്രക്ചറിലൊന്നും മാറ്റം വന്നിട്ടില്ല. ടേബിളിൻ്റെ പേര് മാത്രം കസ്റ്റമർ എന്ന പുതിയ പേരിലേക്ക് മാറിയിട്ടുണ്ട്. കമാൻഡ് ഈസ് ഇൻസേർട്ട് ഇൻടു കമാൻഡ്. ഇൻസേർട്ട് ഇൻടു കമാൻഡ് or statement is used to insert new records in a table. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിൻ്റെ സ്ട്രക്ചറിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഇൻസേർട്ട് ഇൻടു സ്റ്റേറ്റ്മെൻറ്റ്. സിൻടാക്സ് ഇൻസേർട്ട് ഇൻടു ടേബിൾ നെയിം, ടേബിളിൻ്റെ പേര്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കോളം 1 ആദ്യത്തെ കോളത്തിൻ്റെ പേര്, കോമ, കോളം 2 സെക്കൻഡ് കോളം നെയിം, എക്സെട്ര. എത്ര കോളം നമ്മുടെ ടേബിളിൽ ക്രിയേറ്റ് ചെയ്യണോ ആ കോളത്തിൻ്റെ നെയിം കോമയിട്ട് സ്പെസിഫൈ ചെയ്തതിന് ശേഷം റൗണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. വാല്യൂസ് എന്ന കീവേഡ് യൂസ് ചെയ്യുക. റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഓരോ വാല്യൂസും, ഓരോ കോളത്തിലെ വാല്യൂസും ഓർഡറിൽ കോമയിട്ട് സ്പെസിഫൈ ചെയ്യുക. റൗണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇടാം. ഫോർ എക്സാമ്പിൾ, കസ്റ്റമർ എന്ന ടേബിളിലേക്ക് ID, നെയിം, ഏജ്, അഡ്രസ്,
സാലറി. ഈ കോളങ്ങളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന 3 ക്വറീസ് ആണ് ഞാനിവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഇൻസേർട്ട് ഇൻ ടു കസ്റ്റമർ, റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ID, നെയിം, ഏജ്, അഡ്രസ്, സാലറി. ഇത്രയും കസ്റ്റമർ ടേബിളിൻ്റെ കോളംസ് ആണ്. റൗണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, വാല്യൂസ്, അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഓരോ കോളത്തിലേക്കും വാല്യൂസ് ഓർഡറിൽ സ്പെസിഫൈ ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് വരുമ്പോൾ ആ സ്ട്രിംഗ് ഡാറ്റ ടൈപ്പിൻ്റെ വാല്യൂസ് മാത്രം സിംഗിൾ കോട്ട്സിൽ എൻക്ലോസ് ചെയ്ത് കൊടുക്കണം. ഉദാഹരണത്തിന് നെയിം എന്നത് ഒരു സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് വാല്യൂ ആണ്. അതുകൊണ്ട് രമേശ് എന്ന വാല്യൂ നെയിം എന്ന കോളത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ സിംഗിൾ കോട്ട്സിൽ എൻക്ലോസ് ചെയ്ത് കൊടുക്കാൻ ഓർക്കണം. അഹമ്മദാബാദ് അഡ്രസ് ഒരു സ്ട്രിംഗ് ഡാറ്റ ടൈപ്പാണ്. അതുകൊണ്ട് അഹമ്മദാബാദ് എന്ന വാല്യൂ കൊടുക്കുമ്പോൾ സിംഗിൾ കോട്ട്സിൽ എൻക്ലോസ് ചെയ്ത് കൊടുക്കണം, 2000. അപ്പോൾ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു റോയിലെ ഡാറ്റ ഇൻസേർട്ട് ചെയ്തു. അതേപോലെ അടുത്ത 2 റോസിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനുള്ള ക്വരീസും ഇതേപോലെ എഴുതുക. ഇനി ഇൻസേർട്ടിംഗ് ടു കമാൻഡിന് അടുത്ത സെക്കൻഡ് ടൈപ്പ് ഓഫ് സിൻടാക്സ് ആണ് ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം. കോളം നെയിം സ്പെസിഫൈ ചെയ്യാതെ വാല്യൂസ് എന്ന കീവേഡ് യൂസ് ചെയ്യുക. ഓരോ കോളത്തിലെ വാല്യൂസും തെറ്റാതെ ഓർഡറിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. റൗണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം സെമി കോളൻ ഇടുക. ഉദാഹരണം, ഇൻസേർട്ട് ഇൻ ടു കസ്റ്റമർ വാല്യൂസ്, റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 1, രമേശ് എന്ന പേര് സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക, അടുത്ത വാല്യൂ കൊടുക്കുക 32, അഹമ്മദാബാദ് എന്ന വാല്യൂ സിംഗിൾ ക്ലോട്ട്സിൽ കൊടുക്കുക, 2000. ഡെസിമൽ വാല്യൂ കൊടുക്കുക, റൗണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമി കോളൻ ഇടുക. അടുത്ത 2 റോസിൻ്റെ വാല്യൂ സെയിം സിൻടാക്സിൽ നമുക്ക് കൊടുക്കാം. ഇൻസേർട്ടിംഗ് ടു കമാൻഡ് യൂസ് ചെയ്ത് കസ്റ്റമർ ടേബിളിലേക്ക് ഞാൻ 3 റോസ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. 3 റോസ് ഇൻസേർട്ട് ചെയ്യാനുള്ള ക്വരീസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് വരുമ്പോൾ മാത്രം സിംഗിൾ കോട്ട്സിൽ വാല്യൂസ് എൻക്ലോസ് ചെയ്ത് കൊടുക്കണം. ക്വറി ഓക്കെ എന്ന് പറഞ്ഞ് 3 റോസും ഇൻസേർട്ടഡ് ആയി എന്ന് നമുക്ക് ഉറപ്പിക്കാം. Update command or statement is used to update existing records in a table. ഒരു ടേബിളിലെ നിലവിലുള്ള റെക്കോർഡ്സിനെ ചേഞ്ച് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ യൂസ് ചെയ്യുന്ന കമാൻഡാണ് അപ്ഡേറ്റ് കമാൻഡ്. അപ്ഡേറ്റ് കമാൻഡിൻ്റെ കൂടെ ഒരു വേർ ക്ലോസ് യൂസ് ചെയ്യാറുണ്ട്. വേർ ക്ലോസ് സ്പെസിഫൈസ് വിച്ച് റെക്കോർഡ് ഓർ റെക്കോർഡ്സ് ദാറ്റ് ഷുഡ് ബി അപ്ഡേറ്റ്. വേർ ക്ലോസിൻ്റെ കൂടെ നമ്മൾ ഏത് റെക്കോർഡാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യുന്നു. ഇഫ് യു omit the word clause, all records will be updated. വേർ ക്ലോസ് യൂസ് ചെയ്തില്ലെങ്കിൽ എല്ലാ റെക്കോർഡ്സും ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആകും. സിൻടാക്സ് നമുക്ക് നോക്കാം. അപ്ഡേറ്റ് ടേബിൾ നെയിം, ഏത് ടേബിളാണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആ ടേബിൾ നെയിം പ്രൊവൈഡ് ചെയ്യുക. സെറ്റ് എന്ന കീവേഡ് യൂസ് ചെയ്യുക. ഏത് കോളമാണ് മാറ്റേണ്ടത് ആ കോളം നെയിം സ്പെസിഫൈ ചെയ്യുക. ഈക്വൽ ടു ചേഞ്ച് ചെയ്യേണ്ട വാല്യൂ കൊടുക്കുക, എക്സെട്ര. എത്ര കോളം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുണ്ടോ ആ കോളത്തിൻ്റെ പേര് ഈക്വൽ ടു ചേഞ്ച് ചെയ്യാനുള്ള വാല്യൂ സ്പെസിഫൈ ചെയ്യുക. വേർ എന്ന കീവേഡ് യൂസ് ചെയ്യുക, വേർ ക്ലോസ് യൂസ് ചെയ്യുക. വേറിൻ്റെ കൂടെ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുക. കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുമ്പോൾ ഏത് റെക്കോർഡാണ് അപ്ഡേറ്റഡ് ആകുന്നത് എന്ന് നമുക്ക് വ്യക്തമാക്കണം. സെമിക്കോളൻ പ്രൊവൈഡ് ചെയ്യാം. എക്സാമ്പിൾ നോക്കിയാലോ. കസ്റ്റമർ എന്ന ടേബിളിലെ അഡ്രസ് പൂനെ ആക്കി മാറ്റണം. 3 ആയിട്ടുള്ള റെക്കോർഡിൻ്റെ അഡ്രസ് പൂനെ എന്നാക്കി ചേഞ്ച് ചെയ്യണം. അതിനുള്ള എക്സാമ്പിളാണ് ഞാനിവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്ഡേറ്റ് കസ്റ്റമർ സെറ്റ് address equal to Pune, where
ID equal to 3 സെമിക്കോളൻ ഇടാം. അപ്ഡേറ്റ് കമാൻഡിൻ്റെ എക്സാമ്പിൾ ആണ് ഇവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്ഡേറ്റ് കസ്റ്റമർ സെറ്റ് അഡ്രസ് ഈക്വൽ ടു പൂനെ വേർ ID ഈക്വൽ ടു 3. അപ്ഡേറ്റ് കമാൻഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഡിഫറെൻറ്റ് കോളത്തിൻ്റെ വാല്യൂസും നമുക്ക് അപ്ഡേറ്റ് കമാൻഡ് യൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അടുത്തതായി ഡിലീറ്റ് കമാൻഡിനെ കുറിച്ച് പഠിക്കാം. ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ ഡിലീറ്റ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് റോസ് ഇൻ എ ടേബിൾ. എക്സിസ്റ്റിംഗ് ടേബിളിൽ നിന്ന് റോസ് ഡിലീറ്റ് ചെയ്ത് കളയാനാണ് ഡിലീറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഡിലീറ്റ് കമാൻഡിൻ്റെ കൂടെ ഒരു വേർ ക്ലോസ് ഉപയോഗിച്ചാണ് ഏത് റോസോ റെക്കോർഡ്സോ ആണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. വേർ ക്ലോസ് ഡിലീറ്റ് കമാൻഡിൻ്റെ കൂടെ ഉപയോഗിച്ചില്ലെങ്കിൽ എല്ലാ റെക്കോർഡ്സും ഡിലീറ്റഡ് ആവും. വേർ ക്ലോസ് സ്പെസിഫൈസ് which record or records that should be deleted. If you omit the word clause, all records will be deleted. Syntax നോക്കാം. delete from table name where condition. ഒരു എക്സാമ്പിൾ നോക്കാം. ID 3 ആയിട്ടുള്ള റെക്കോർഡിൻ്റെ റോ കംപ്ലീറ്റ് ആയി കസ്റ്റമർ എന്ന ടേബിളിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം. അതിനുള്ള ക്വറി ഇതാണ്. delete from customer where condition ID equal to 3 എന്ന് കൊടുക്കാം. സെമിക്കോളൻ. ഞാനിവിടെ ഡിലീറ്റ് കമാൻഡ് ഉപയോഗിച്ച് ID 3 ആയിട്ടുള്ള റോയുടെ കംപ്ലീറ്റ് റെക്കോർഡും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഡിലീറ്റ് ഫ്രം കസ്റ്റമർ വേർ ID ഈക്വൽ ടു 3. ID 3 ആയിട്ടുള്ള റോ കംപ്ലീറ്റ് ആയി നമ്മുടെ കസ്റ്റമർ ടേബിളിൽ നിന്നും ഡിലീറ്റ് ആയിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓർ സെലക്ട് കമാൻഡ് ഈസ് യൂസ്ഡ് ടു സെലക്ട് ഡാറ്റ ഫ്രം എ ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസിൽ നിന്നും ഡാറ്റ വ്യൂ ചെയ്യാൻ സഹായിക്കുന്ന കമാൻഡാണ് സെലക്ട് സ്റ്റേറ്റ്മെന്റ്. സെലക്ട് സ്റ്റേറ്റ്മെന്റ് സിൻടാക്സ് നമുക്കൊന്ന് നോക്കാം. ടു സെലക്ട് all the fields available in the table, use the following syntax. Select star from table name. ഒരു ടേബിളിലെ എല്ലാ ഫീൽഡ്സും ഡിസ്പ്ലേ ആവണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിൻടാക്സ് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം. ഉദാഹരണത്തിന് നമ്മുടെ കസ്റ്റമർ ടേബിളിലെ എല്ലാ ഫീൽഡ്സും ഡിസ്പ്ലേ ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന SQL ക്വറി സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ സെമിക്കോളൻ. അടുത്തതായി സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ചില കോളംസ് മാത്രം ടേബിളിൽ നിന്നും വ്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന സിൻടാക്സ്. സെലക്ട് കോളം 1. ഏത് കോളമാണോ ഡിസ്പ്ലേ ആവുന്നത് ആ കോളത്തിൻ്റെ നെയിം, കോളം 2 നെയിം എക്സെട്ര എത്ര കോളം നമുക്ക് ഡിസ്പ്ലേ ആവണോ ആ കോളത്തിൻ്റെ പേര് കൊടുക്കുക ഫ്രം ടേബിൾ നെയിം. ഫോർ എക്സാമ്പിൾ, ടു ഡിസ്പ്ലേ ID, നെയിം ആൻഡ് ഏജ് ഫ്രം കസ്റ്റമർ ടേബിൾ നമ്മൾ കൊടുക്കേണ്ട SQL ക്വറി ഇതാണ്. സെലക്ട് ID, നെയിം, ഏജ് ഫ്രം കസ്റ്റമർ സെമിക്കോളൻ. അടുത്തതായി സെലക്ട് കമാൻഡ് ഉപയോഗിച്ചുള്ള ക്വറി ഞാൻ ടെർമിനലിൽ ചെയ്തിട്ടുണ്ട്. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ സെമിക്കോളൻ. ഈ ക്വറി ഉപയോഗിക്കുന്നത് ടേബിളിലെ എല്ലാ ഫീൽഡ്സും ഡിസ്പ്ലേ ചെയ്യാനാണ്. ടേബിൾ എല്ലാ ഫീൽഡ്സും നമുക്ക് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അടുത്തതായി സെലക്ട് കമാൻഡ് ഉപയോഗിച്ച് നമ്മുടെ ടേബിളിലെ ചില ഫീൽഡ്സിൻ്റെ ഡാറ്റ മാത്രം ഡിസ്പ്ലേ ചെയ്യുന്ന സിൻടാക്സ് നമ്മൾ പഠിച്ചു. ഞാനിവിടെ ഉപയോഗിച്ചിരുന്ന ക്വറി ID, നെയിം, ഏജ് ഈ 3 ഫീൽഡ് മാത്രം കസ്റ്റമർ ടേബിളിൽ നിന്ന് ഡിസ്പ്ലേ ചെയ്യാനുള്ള ക്വറിയാണ്. സെലക്ട് ID, നെയിം, ഏജ് ഫ്രം കസ്റ്റമർ സെമിക്കോളൻ. കസ്റ്റമർ ടേബിളിൽ നിന്നും ID, നെയിം, ഏജ് ആ കോളങ്ങൾ മാത്രം ഡിസ്പ്ലേ ആയിട്ടുണ്ട്. കമാൻഡ് ഡ്രോപ്പ് ടേബിൾ കമാൻഡ്. ഡ്രോപ്പ് ടേബിൾ കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് എ ടേബിൾ.
നമ്മുടെ ഡാറ്റാബേസിൽ നിന്നും ഒരു ടേബിൾ പൂർണ്ണമായും റിമൂവ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡ്രോപ്പ് ടേബിൾ കമാൻഡ്. സിൻടാക്സ് നോക്കാം. ഡ്രോപ്പ് ടേബിൾ, ടേബിൾ നെയിം, സെമിക്കോളൻ. ഫോർ എക്സാമ്പിൾ, to drop the customer table, we use the query drop table customer semicolon. ഈ ഒരു ക്വറി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കസ്റ്റമർ ടേബിൾ പൂർണ്ണമായും നമ്മുടെ ഡാറ്റാബേസിൽ നിന്ന് റിമൂവ് ആയി. അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. പെർഫോം ദ ഫോളോയിങ് SQL കമാൻഡ്സ്. നമ്മൾ ഇന്ന് പഠിച്ച SQL കമാൻഡ്സ് വെച്ച് ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ക്വരീസ് ഡെവലപ്പ് ചെയ്യുക. Create a table employee with columns employee number, name, age and designation. Second question, add a new column salary to the above table. Third question, rename the above table to EMP details. Next question, insert the following details in the table. ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനുള്ള ക്വരീസ് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേ ഓൾ ദ ഡീറ്റെയിൽസ് ഇൻ ദ ടേബിൾ. അടുത്ത ക്വസ്റ്റ്യൻ, അപ്ഡേറ്റ് ദ സാലറി ഓഫ് മാഗി ടു 23,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിലീറ്റ് ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയി ഹൂസ് നെയിം ഈസ് നിക്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, remove the table from the database. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതി നിങ്ങളുടെ വൊക്കേഷണൽ ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുക. നമ്മൾ SQLലുള്ള എല്ലാ കമാൻഡ്സും പഠിച്ചു കഴിഞ്ഞു. കമാൻഡ്സിൻ്റെ സിൻടാക്സും എക്സാമ്പിൾസും എല്ലാവരും ഒന്ന് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും SQL ക്ലോസസും ക്രിയേറ്റ് വ്യൂ സ്റ്റേറ്റ്മെൻറ്റുമായി നമുക്ക് കൂടുതൽ SQL ക്വരീസ് പഠിക്കാം. Till then, thank you.